പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 14 മുതൽ 26 വരെയുള്ള തിരുവചന ഭാഗമാണ്. ഈ ഭാഗത്തെ നമുക്ക് 4 ആയിട്ട് തിരിക്കാം. ഒന്ന്, ഈശോ ഒരുവനിൽ നിന്ന് പിശാചിനെ പുറത്താക്കുന്നു. 2, ഈശോയുടെ ഈ അത്ഭുത പ്രവൃത്തി കണ്ടിട്ട് കുറേയധികം പേർ ഈശോയുടെ മേൽ ആരോപണം ഉന്നയിക്കുന്നു. ഇവൻ പിശാചിനെ കൊണ്ടാണ് പിശാചിനെ പുറത്താക്കുന്നത് എന്ന് പറയുന്നു. മൂന്നാമത്തത്, ഈശോ ഈ ആരോപണത്തെ യുക്തിഭദ്രമായി ഖണ്ഡിക്കുന്നു. 4, ഈശോ പിശാച് ബാധയിൽ നിന്ന് മോചിതരായിട്ടുള്ളവർക്ക് ഉപദേശം നൽകുന്നു. ഇതാണ് ഈ ഭാഗത്തിൻ്റെ സാരസംഗ്രഹം. നമുക്ക് ഈ ഭാഗത്തെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കണമെങ്കിൽ വിശുദ്ധ മത്തായിയുടെയും വിശുദ്ധ മർക്കോസിൻ്റെയും സുവിശേഷങ്ങൾ കൂടി ലൂക്കായുടെ സുവിശേഷത്തോടൊപ്പം വായിക്കണം. ലൂക്കായുടെ സുവിശേഷ പ്രകാരം ഈ ഭാഗം ആരംഭിക്കുന്നത് അവൻ ഊമനായ ഒരു പിശാചിനെ ബഹിഷ്കരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാണ്. ഈ അത്ഭുതം കണ്ടിട്ട് ജനക്കൂട്ടം വിശ്വസിക്കുന്നു. പക്ഷേ ജനക്കൂട്ടത്തിൽ ചിലർ ഈശോയ്ക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു. ഇവിടെ വിശുദ്ധ ലൂക്ക ആരാണ് ഈ ആരോപണം ഉന്നയിക്കുന്നതെന്നോ എവിടെ വെച്ചാണ് ഈ അത്ഭുതം നടക്കുന്നതെന്നോ പറയുന്നില്ല. എന്നാൽ വിശുദ്ധ മർക്കോസിൻ്റെയും വിശുദ്ധ മത്തായിയുടെയും സുവിശേഷങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ചിത്രം വ്യക്തമാവുകയാണ്. ജെറുസലേമിലേക്കുള്ള യാത്രയിൽ യൂദയിലെ വാസത്തിനിടയിലാണ് ഈ സംഭവം നടക്കുന്നത്. അവിടെ ഈശോ ഒരു വീട്ടിൽ പ്രവേശിച്ചപ്പോൾ കുറേ പേര് പിശാചി ബാധിതനായ ഒരാളെ കൊണ്ടുവരികയാണ്. അപ്പോൾ അയാളിൽ നിന്നാണ് ഈശോ പിശാചിനെ പുറത്താക്കുന്നത്. ആരോപണം ഉന്നയിക്കുന്നതാകട്ടെ ഫരിസേയരാണ്. ഈ ഫരിസേയർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ ആരോപണം ഉന്നയിക്കുന്ന ഫരിസേയർ ജെറുസലേമിൽ നിന്ന് വന്ന ഫരിസേയരാണ്. ജെറുസലേമിൽ നിന്ന് വന്ന ഫരിസേയർ മറ്റ് സ്ഥലങ്ങളിലെ ഫരിസേയരെ പോലെയല്ല. അവര് വളരെ ദുഷ്ടരും കുടില ബുദ്ധിയുള്ളവരും പ്രതികാര ചിന്തയുള്ളവരുമായിരുന്നു. അതുകൊണ്ടാണ് കണ്ണിൽ ചോരയില്ലാത്ത വർത്തമാനം അവർ നടത്തുന്നത്. ദൈവപുത്രനായ ഈശോയ്ക്കെതിരെ അവരാരോപണം ഉന്നയിക്കുന്നു. പിശാചുമായിട്ട് സഖിത്വമുള്ളവനാണ് ഈശോ എന്നാണ് ആരോപണം. ഈ ആരോപണം ഈശോയെ വളരെ അഗാധമായി വേദനിപ്പിച്ചു. വലിയ ദുഃഖത്തോടു കൂടിയാണ് ഈശോ പിന്നീട് പ്രതികരിക്കുന്നത്. അത് ഈശോയിൽ ധാർമ്മിക രോഷം ഉണ്ടാക്കുകയും ചെയ്തു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 12-ാം അധ്യായം 34-ാം തിരുവചനത്തിൽ നമ്മളത് കാണുന്നുണ്ട്. സ്നാപയോഹന്നാൻ വിളിക്കുന്നത് പോലെ ഈശോ അവരെ വിളിക്കുകയാണ്, അണലി സന്തതികളെ എന്ന് വിളിക്കുകയാണ്. അതിനുശേഷം ഈശോ ചോദിക്കുക, ദുഷ്ടരായിരിക്കെ നന്മ പറയാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്? എന്നിട്ട് അപ്രതിരോധ്യമായ ഒരു പ്രസ്താവന ഈശോ നടത്തുന്നു. ഹൃദയത്തിൻ്റെ തികവിൽ നിന്നാണല്ലോ അധരങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ സത്യവിരുദ്ധമായ ഒരു കാര്യം അവർ പറഞ്ഞതിനാലാണ് ഈശോ പറയുന്നു, മനുഷ്യപുത്രനെതിരായ പാപം ക്ഷമിക്കപ്പെടും, എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായ പാപം ഈ ലോകത്തിലോ വരാനിരിക്കുന്ന ലോകത്തിലോ ക്ഷമിക്കപ്പെടുകയില്ല. മർക്കോസ് സുവിശേഷം വ്യക്തമായിട്ട് പറയുന്നു, അവൻ ഇത് പറഞ്ഞത് അവനിൽ പിശാചുണ്ട് എന്നവർ പറഞ്ഞതിനാലാണ്. ഈശോയിൽ പിശാചുണ്ട് എന്ന് ഫരിസേയർ പറഞ്ഞതിന് അവർക്ക് വ്യക്തമായ ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അവർക്കറിയാം ദൈവശക്തിയാലാണ് ഈശോ ഈ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന്. ഈ അത്ഭുതങ്ങളെല്ലാം സത്യസന്ധമാണെന്നും യാഥാർത്ഥ്യമാണെന്നൊക്കെ അവർക്കറിയാം. പക്ഷെ അതൊക്കെ മറച്ചു പിടിച്ചിട്ട് പ്രതികാര ബുദ്ധിയോടെ ഈശോയ്ക്ക് ലഭിക്കുന്ന ജനപിന്തുണയെ നശിപ്പിക്കാൻ വേണ്ടി, ജനക്കൂട്ടത്തിനിടയിൽ ഈശോയെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടിയാണ് അവർ പറയുന്നത് പിശാചിന്റെ തലവനെ കൊണ്ടാണ്, ബേൽസബൂലിനെ കൊണ്ടാണ് ഈശോ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെന്ന്. അപ്പോൾ ജനക്കൂട്ടം അങ്കലാപ്പിലാകണം. അങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ ഈശോയെക്കുറിച്ച് അവർക്ക് സംശയം ഉണ്ടാകണം. അപ്പോൾ ജനങ്ങൾ ചിതറണം. ഈ കുടില ബുദ്ധിയും ഈ ദുഷ്ടബുദ്ധിയും കാരണമാണ് അവരങ്ങനെ പറയുന്നത്. ബേൽസബൂൽ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിക്കപ്പെടുന്നത് 2 രാജാക്കന്മാർ 1:2 അവിടെ സമരിയ രാജാവായ അഹസ്യ കിടപ്പിലാകുമ്പോൾ, രോഗബാധിതനാകുമ്പോൾ താൻ രക്ഷപ്പെടുമോ എന്നറിയാൻ വേണ്ടി എക്രോണിലെ ദേവനായ ബേൽസബൂലിന്റെ അടുത്തേക്ക് ആളയച്ചു എന്ന് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ബേൽസബൂൽ എന്ന വാക്കിന്റെ അർത്ഥം പാവകളുടെ ദേവൻ എന്നാണ്. പിന്നീട് ഈ പദം എല്ലാ തരത്തിലുള്ള ദുഷ്ടമായ ആരാധനകളെയും വിഗ്രഹങ്ങളെയും സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കപ്പെടുകയാണ്.
അപ്പോൾ ഇവർ മനഃപൂർവ്വമായിട്ടാണ് ആ പദം തന്നെ ഉപയോഗിക്കുന്നത് എന്നോർക്കുക. പക്ഷേ യുക്തിഭദ്രമായ വാദങ്ങളാൽ ഈശോ ഇവരുടെ ആരോപണത്തെ ഖണ്ഡിക്കുകയാണ്. ഒന്നാമതായിട്ട് ഈശോ പറയുന്നു, അന്തഛിദ്രമുള്ള രാജ്യം നശിച്ചു പോകും. പിശാച് കൊണ്ട തലവനെ കൊണ്ട് സ്വന്തം വർഗത്തിൽപ്പെട്ട പിശാചിനെ ബഹിഷ്കരിക്കാൻ ഒരു തയ്യാറായാൽ, അങ്ങനെ ഒരു പ്രവൃത്തി നടന്നാൽ ആ രാജ്യം നശിച്ചു പോവില്ലേ? ഒരു രാജ്യത്തിനെതിരെ ആ രാജ്യത്തിലെ ആളുകൾ തന്നെ പെരുമാറിയാൽ ആ രാജ്യം നശിച്ചു പോകുമല്ലോ. അപ്പോൾ അതിൽ യുക്തിയില്ല. രണ്ടാമത്തത് ഈശോ പറയുന്നു, നിങ്ങളുടെ ഇടയിലും പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നവരുണ്ടോ? അവരോട് ഉണ്ടല്ലോ. അവരോട് ചെന്ന് ചോദിച്ചു നോക്കൂ, എങ്ങനെയാണ് അവർ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെന്ന്. അവർ പിശാചുക്കളെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത്. അല്ലെങ്കിൽ മൂന്നാമത്തത് ഈശോ പറയുന്നു, അല്ലെങ്കിൽ ഇത് ദൈവശക്തിയാലാണല്ലോ. അത് ഈശോ ആ പ്രയോഗം നടത്തുന്നത് പുറപ്പാടിന്റെ പുസ്തകം 18:19 നിന്നാണ്. അവിടെ മോശ ഫറവോയുടെ മുമ്പിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമ്പോൾ മന്ത്രവാദികൾക്ക് അത് സാധിക്കാതെ വരുന്ന സമയത്ത് അവർ പറയുന്ന കാര്യമാണ്, ഇത് ദൈവിക ശക്തിയാലാണ്. അപ്പോൾ നാലാമതായിട്ട് ഈശോ പറയും, ദൈവിക ശക്തിയാലാണെങ്കിൽ നോക്കൂ, അപരിചിതമായതെന്തോ അസാധാരണമായതെന്തോ നിങ്ങളുടെ ഇടയിൽ സംഭവിക്കുന്നു. നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ദൈവരാജ്യം ഇവിടെ എത്തിക്കഴിഞ്ഞു. ആ ദൈവരാജ്യത്തിൻ്റെ പ്രകാശം കാണാൻ തയ്യാറാകാതെ കൂട്ടാക്കാതെ നിങ്ങൾ സൂര്യപ്രകാശത്തിനെതിരെ കണ്ണടച്ച് നിൽക്കുകയാണ്. അതാണ് നിങ്ങൾ ചെയ്യുന്ന വലിയ അപരാധം. അപ്പോൾ ഈശോ വസ്തുനിഷ്ഠമായി യുക്തിഭദ്രമായി അവരുടെ ആരോപണങ്ങളെ തകർത്ത് കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ സുവിശേഷ ഭാഗത്തിലെ പ്രധാനപ്പെട്ട ചിന്ത, അതിനുശേഷം ഈശോ ഈ പിശാച് ബാധിതനായ ബാധയിൽ നിന്ന് മോചിതനായ ആൾക്ക് ഉപദേശം നൽകുകയാണ്. പിശാച് ബാധയിൽ നിന്ന് ഇപ്പോൾ മോചിതനായി എന്നത് എന്നേക്കുമുള്ള ഒരു ഗ്യാരണ്ടി അല്ല. ജാഗരൂകരായിരിക്കണം, ജാഗ്രത ഉണ്ടാകണം. ദുഷ്ടാരൂപിക്കെതിരെ എപ്പോഴും ജാഗ്രത പാലിക്കണം. അതിന് ചെയ്യേണ്ടത് ഈശോയിലേക്ക് തുറവിയുള്ളവരായിരിക്കുക എന്നുള്ളതാണ്. ദൈവിക അരൂപി നിലനിൽക്കണമെങ്കിൽ, ദുഷ്ടാരൂപിയുടെ സ്വാധീനത്തിൽ നിന്ന് മാറി നിൽക്കണമെങ്കിൽ ഇത് ചെയ്തേ മതിയാവൂ. അവസാനം അസാധാരണമായതും അത്യത്ഭുതം നിറഞ്ഞതുമായ ഒരു കാര്യം അവിടെ സംഭവിക്കുന്നുണ്ട്. ഫരിസേയർ ഈശോയെ ഇകഴ്ത്തി കാണിക്കാൻ നോക്കുമ്പോൾ സത്യവിരുദ്ധമായ കാര്യങ്ങൾ കുടില ബുദ്ധിക്കാരായ ആൾക്കാർ ചെയ്യാൻ തുടങ്ങുമ്പോൾ സാധാരണക്കാരായ മനുഷ്യർ അത് സമ്മതിക്കില്ല. അവർക്ക് സത്യമറിയാം. ആ സത്യത്തെ അവർ ഉച്ചസ്ഥരം ഘോഷിക്കും. അതുകൊണ്ട് ജനക്കൂട്ടത്തിനിടയിൽ നിന്നൊരു സ്ത്രീ ഉച്ചസ്വരത്തിൽ വിളിച്ചു പറയുകയാണ്, നിന്നെ വഹിച്ച ഉദരവും പാലൂട്ടിയ പയോദ്ധരങ്ങളും ഭാഗ്യം ചെയ്തത്. എത്ര മനോഹരമായ പ്രസ്താവമാണത്. ഈ ഫരിസേയരുടെ ആരോപണങ്ങൾ തീർത്ത വിഷലിപ്തമായ അന്തരീക്ഷം മുഴുവൻ തകർന്നരിപ്പണായിപ്പോയി ഈ പ്രസ്താവനയ്ക്ക് മുമ്പിൽ. ആ അന്തരീക്ഷത്തിൽ ഇപ്പോൾ ആ സ്ത്രീയുടെ വാക്യങ്ങൾ മാത്രമേ ഉള്ളൂ. നിന്നെ വഹിച്ച ഉദരവും പാലൂട്ടിയ പയോദ്ധരങ്ങളും ഭാഗ്യം ചെയ്തത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ സുവിശേഷ ഭാഗം ധ്യാനിക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള പ്രായോഗികമായ ചിന്തകൾ ഇതെല്ലാമാണ്. നമ്മൾ സത്യസന്ധമായ കാര്യങ്ങൾ അതിനെതിരെ നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ടോ? ഒരു കാര്യം സത്യമാണെന്നറിയാമെങ്കിലും, ഒരു മനുഷ്യൻ്റെ നന്മയെ അറിയാമെങ്കിലും നമ്മുടെ അസൂയ നിമിത്തമോ അല്ലെങ്കിൽ അയാളോടുള്ള വെറുപ്പ് നിമിത്തമോ അയാൾക്കെതിരെ ദൂഷണങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? നല്ല മനുഷ്യരെ ഇടിച്ചു കാണിച്ചിട്ടുണ്ടോ നമ്മുടെ കാര്യങ്ങൾ നേടാനാ? എങ്കിൽ ഈശോ പറയുന്നു, അത് പരിശുദ്ധാത്മാവിനെതിരായ പാപമാണ്. രണ്ടാമത്തെ കാര്യം, ഈ സുവിശേഷം നമ്മൾ ദുഷ്ടാരൂപിക്കെതിരെയുള്ള നമ്മുടെ ജാഗ്രതകൾ എങ്ങനെയാണ്? ഈശോ പറയുന്നത് പോലെ ഈശോയിലേക്ക് തുറവിയുള്ളവരായിട്ട് നിലനിൽക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ മുമ്പിൽ എളിയ മനസ്സോടുകൂടെ യെശയ്യായെ പോലെ, ദാവീദിനെ പോലെ ബലഹീനരായ മനുഷ്യരാണ് എന്ന ചിന്തയോടുകൂടി അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നവനുമാണ് ഞാൻ എന്ന് പുരോഹിതൻ സ്ഥാപനവാക്യങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥനാ മനോഭാവത്തോടുകൂടി ആയിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കും.